സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് 2024-25 വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസിന്റെ ഒരു റിവിഷൻ ക്ലാസ് ആണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്നാണ്. ദേശീയ ഊർജ സംരക്ഷണ ദിനം ഡിസംബർ 14 ദേശീയ ഊർജ സംരക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നത്. ഡിസംബർ 14. ISRO 2023 സെപ്റ്റംബർ 2 നടപ്പാക്കിയ ദൗത്യമേത്? 2023 സെപ്റ്റംബർ 2 ഏതാണ്? ആദിത്യ L1 ലോഞ്ച് ചെയ്തതാണ്. 2023 സെപ്റ്റംബർ 2 ആദിത്യ L1. ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയത് എന്ന്. ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയത് 2023 ഓഗസ്റ്റ് 23 2023 ഓഗസ്റ്റ് 23. മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആര്? മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ മോഹൻലാൽ ആണ്. മോഹൻലാൽ. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യത്തെ ബില്ലേത്? പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യത്തെ ബില്ലേതാണ്? നാരി ശക്തി വന്ദൻ അധിനിയം, അതല്ലെങ്കിൽ വനിതാ സംവരണ ബിൽ. 2023 പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യത്തെ ബില്ല്. വനിതാ സംവരണ ബിൽ 2023 നാരി ശക്തി വന്ദൻ അധിനിയം എന്ന് അറിയപ്പെടുന്നത്. കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ മികച്ച പൊതുപ്രവർത്തകർക്കായിട്ട് ഏർപ്പെടുത്തിയ ഉമ്മൻചാണ്ടി പുരസ്കാരത്തിന് അർഹയായത് ജെബി മേത്തർ ആണ്. ജെബി മേത്തർ. കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ മികച്ച പൊതുപ്രവർത്തകർക്കായിട്ട് ഏർപ്പെടുത്തിയ ഉമ്മൻചാണ്ടി പുരസ്കാരത്തിന് അർഹയായത് ജെബി മേത്തർ. കാലാവസ്ഥ പ്രവചനം പഞ്ചായത്ത് തലത്തിൽ നടത്തുന്നതിനായിട്ട് 2024 ജനുവരിയിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് വികസിപ്പിച്ച സംവിധാനം. കാലാവസ്ഥ പ്രവചനം പഞ്ചായത്ത് തലത്തിൽ നടത്തുന്നതിനായിട്ട് 2024 കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് വികസിപ്പിച്ച സംവിധാനമാണ് പഞ്ചായത്ത് മോസം സേവ എന്നത്. പഞ്ചായത്ത് മോസം സേവ. 2024 പ്രഖ്യാപിച്ച സംസ്ഥാന സംരംഭക അവാർഡിൽ സംരംഭ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നേടിയത് ആര്? 2024 സംരംഭക അവാർഡില് സംരംഭക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നേടിയത് പമേല അന്ന മാത്യു ആണ്. പമേല അന്ന മാത്യു. ലോക ഫുട്ബോൾ ദിനമായിട്ട് ആചരിക്കാൻ UN തീരുമാനിച്ച ദിവസം. ലോക ഫുട്ബോൾ ദിനമായിട്ട് ആചരിക്കുന്നത് മെയ് 25 മെയ് 25 ലോക ഫുട്ബോൾ ദിനം. ലോക വയോജന ദിനമാണ്. ലോക വയോജന ദിനം എന്നാണ്. ലോക വയോജന ദിനം ഒക്ടോബർ 1 ലോക വയോജന ദിനമായിട്ട് ആചരിക്കുന്നു. കൂടിയല്ല ജനിക്കുന്ന നേരത്തും എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. പുസ്തകത്തിന്റെ പേര് കൂടിയല്ല ജനിക്കുന്ന നേരത്തും എന്നാണ്. അതിന്റെ രചയിതാവ് SK വസന്തനാണ്. SK വസന്തൻ. പുസ്തകത്തിന്റെ പേര് കൂടിയല്ല ജനിക്കുന്ന നേരത്തും. രചയിതാവ് SK വസന്തൻ. 2025 ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം. 2025 ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്നത് ബീഹാർ ആണ്. ബീഹാർ. 2024 JCB സാഹിത്യ പുരസ്കാരം നേടിയത് ആര്? 2024 JCB സാഹിത്യ പുരസ്കാരം ഉപമന്യു ചാറ്റർജിയാണ്. ഉപമന്യു ചാറ്റർജിയുടെ ലോറൻസോ സെർച്ചസ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. 2024 JCB സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്ന് ചോദിച്ചാൽ ഉപമന്യു ചാറ്റർജി. നോവലിന്റെ പേര് ലോറൻസോ സെർച്ചസ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ്. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് ഏത്? സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് ഇടവയാണ്. ഇടവ. സൂര്യന്റെ അന്തരീക്ഷത്തിലെ ഏറ്റവും പുറമെയുള്ളതും ചൂടേറിയതുമായ പ്രഭാവലയത്തെക്കുറിച്ച് പഠിക്കുവാനുള്ള യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ദൗത്യമാണ് പ്രോബ് 3 എന്നത്. പ്രോബ് 3. പ്രസാർ ഭാരതിയുടെ OTT ആപ്പ്. പ്രസാർ ഭാരതിയുടെ OTT ആപ്പാണ് വേവ്സ്. പ്രസാർ ഭാരതിയുടെ OTT ആപ്പ് ഏത് എന്ന് ചോദിച്ചാൽ വേവ്സ് ആണ്. വേവ്സ്. സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റ് വിക്ഷേപിച്ച ഇന്ത്യയുടെ GSAT-N2. GSAT-N2 തന്നെയാണ് GSAT-20 എന്നും അറിയപ്പെടുന്നത്. ഇത് ഏത് തരം ഉപഗ്രഹമാണ്? GSAT-N2 അല്ലെങ്കിൽ GSAT-20 എന്നത് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ്. കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്.
സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റാണ് വിക്ഷേപിച്ചത്. സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റ്. ഉപഗ്രഹത്തിന്റെ പേര് GSAT-N2 അല്ലെങ്കിൽ GSAT-20. അത് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ്. ശുദ്ധവായുവുള്ള പട്ടണങ്ങളുടെ പട്ടികയിൽ സംസ്ഥാനത്ത് 1-ാം സ്ഥാനം നേടിയത്. ശുദ്ധവായുവുള്ള പട്ടണങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനം തൃശ്ശൂരിനാണ്. തൃശ്ശൂർ. കേംബ്രിഡ്ജ് ഡിക്ഷണറിയുടെ 2024 വാക്കായിട്ട് തിരഞ്ഞെടുത്തത്. കേംബ്രിഡ്ജ് ഡിക്ഷണറിയുടെ 2024 വാക്ക് മാനിഫെസ്റ്റ് എന്ന വാക്കാണ് 2024 വാക്കായിട്ട് തിരഞ്ഞെടുത്തത്. കേംബ്രിഡ്ജ് ഡിക്ഷണറിയുടെ. 2024 നവംബറിൽ പരിസ്ഥിതി സൗഹൃദ ഡെബിറ്റ് കാർഡ് പുറത്തിറക്കിയ ബാങ്ക്. പരിസ്ഥിതി സൗഹൃദ ഡെബിറ്റ് കാർഡ് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ്. പഞ്ചാബ് നാഷണൽ ബാങ്ക്. 2024 കേസരി നായനാർ പുരസ്കാരം നേടിയത്. 2024 കേസരി നായനാർ പുരസ്കാരം നേടിയത് നിലമ്പൂർ ആയിഷയാണ്. നിലമ്പൂർ ആയിഷ. നഗരഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തന മികവ് അടിസ്ഥാനമാക്കുന്ന അർബൻ ഗവേണൻസ് ഇൻഡെക്സിൽ 1-ാമതെത്തിയത്. നഗരഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തന മികവ് അടിസ്ഥാനമാക്കുന്ന അർബൻ ഗവേണൻസ് ഇൻഡെക്സിൽ 1-ാമതെത്തിയത് കേരളമാണ്. കേരളം. ഏത് ഇന്ത്യൻ ഗുസ്തി താരത്തിന്റെ ഓർമ്മക്കുറിപ്പാണ് വിറ്റ്നസ് എന്നത്? വിറ്റ്നസ് എന്നത് സാക്ഷി മാലിക്കിന്റെ ഓർമ്മക്കുറിപ്പാണ്. സാക്ഷി മാലിക്. ഫെയിം പദ്ധതിക്ക് പകരമായിട്ട് ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് അവതരിപ്പിച്ച പദ്ധതി ഏത്? PME ഡ്രൈവ്. ഏത് പദ്ധതിക്ക് പകരമായിട്ടാണ്? ഫെയിം പദ്ധതിക്ക് പകരമായിട്ട്. PME ഡ്രൈവ്. PM ഇലക്ട്രിക് ഡ്രൈവ് റിവോല്യൂഷൻ ഇൻ ഇന്നോവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ്. ടൈപ്പ് 1 പ്രമേഹ ബാധിതരായ കുട്ടികൾക്ക് മരുന്നും പിന്തുണയും നൽകുവാനുള്ള പദ്ധതി. ടൈപ്പ് 1 പ്രമേഹ ബാധിതരായ കുട്ടികൾക്ക് മരുന്നും പിന്തുണയും നൽകുവാനുള്ള പദ്ധതിയാണ് മിഠായി. പദ്ധതിയുടെ പേര് മിഠായി. സുസ്ഥിര വികസനത്തിനുള്ള UN ഷാങ്ഹായ് ഗ്ലോബൽ അവാർഡ് നേടിയ ആദ്യത്തെ ഇന്ത്യൻ നഗരം. സുസ്ഥിര വികസനത്തിനുള്ള UN ഷാങ്ഹായ് ഗ്ലോബൽ അവാർഡ് നേടിയ ആദ്യത്തെ ഇന്ത്യൻ നഗരം തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം. 2024 കേരളശ്രീ പുരസ്കാരം ലഭിച്ച കായിക താരം. 2024 കേരളശ്രീ പുരസ്കാരം ലഭിച്ചത് സഞ്ജു സാംസൺ ആണ്. സഞ്ജു സാംസൺ. അർഹരായ കുടുംബങ്ങൾക്ക് സൗജന്യ ഗ്യാസ് സിലിണ്ടറുകൾ നൽകുന്നതിനായി ദീപം 2.0 പദ്ധതി ആരംഭിച്ച സംസ്ഥാനം. ദീപം 2.0 ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശ്. 2024 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത്. 2024 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് NS മാധവനാണ്. NS മാധവൻ. 2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് NS മാധവൻ. വെള്ളാനിക്കര കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള തണ്ണിമത്തൻ ഇനങ്ങൾ സ്വർണ, ഷോണിമ എന്നിവ എന്തിനങ്ങളാണ്? തണ്ണിമത്തന്റെ ഇനങ്ങളാണ്. വെള്ളാനിക്കര കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള തണ്ണിമത്തൻ ഇനങ്ങളാണ് സ്വർണ, ഷോണിമ എന്നിവ. നെറ്റ്വർക്ക് ഇല്ലാതെയും കോൾ ചെയ്യാവുന്നതിനുള്ള ഡയറക്റ്റ് ടു ഡിവൈസ് D2D ഡയറക്റ്റ് സാങ്കേതിക വിദ്യ ആദ്യമായിട്ട് പരീക്ഷിച്ച സ്ഥാപനം BSNL ആണ്. BSNL. കാലാവസ്ഥാ വ്യതിയാനത്തിന് അനുസൃതമായ രീതി അവലംബിച്ച് കാർഷിക വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി കൃഷി വകുപ്പ് രൂപം നൽകിയ പദ്ധതി. കാലാവസ്ഥ വ്യതിയാനത്തിന് അനുസൃതമായ രീതി അവലംബിച്ച് കർഷക വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് കൃഷി വകുപ്പ് രൂപം നൽകിയ പദ്ധതിയാണ് കേര എന്നത്. പദ്ധതിയുടെ പേര് കേര. KERA. കേരള ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രി വാല്യൂ ചെയിൻ. കേരള ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രി വാല്യൂ ചെയിൻ. ജലസംരക്ഷണത്തിനും പരിപാലനത്തിനും അവബോധം സൃഷ്ടിക്കുന്നതിനായി 15 ദിവസത്തെ ജൽ ഉത്സവ് ആരംഭിച്ച സ്ഥാപനം. 15 ദിവസത്തെ ജൽ ഉത്സവ് നീതി ആയോഗ്. സംസ്ഥാനത്ത് വിവിധ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നടത്തുന്ന അന്വേഷണങ്ങൾ വിലയിരുത്തുന്നതിനായി കേരള സർക്കാർ നിയോഗിച്ച കമ്മീഷൻ.
സംസ്ഥാനത്ത് വിവിധ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നടത്തുന്ന അന്വേഷണങ്ങൾ വിലയിരുത്തുന്നതിനായിട്ട് കേരള സർക്കാർ നിയോഗിച്ച കമ്മീഷനാണ് വി.കെ. മോഹനൻ കമ്മീഷൻ. വി.കെ. മോഹനൻ കമ്മീഷൻ. ദേശീയ ജുഡീഷ്യൽ മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? ദേശീയ ജുഡീഷ്യൽ മ്യൂസിയം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹി. ഇന്ത്യ ഭൂട്ടാൻ അതിർത്തി ആദ്യ സംയുക്ത ചെക്ക് പോസ്റ്റ് തുറന്നത് എവിടെയാണ്? ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയിലെ ആദ്യത്തെ സംയുക്ത ചെക്ക് പോസ്റ്റ് തുറന്നത് ധരംഗയിലാണ്. ആസാമില് ധരംഗ. സീറോ വേസ്റ്റ് ടു ലാൻഡ് ഫിൽ ZWL സീറോ വേസ്റ്റ് ടു ലാൻഡ് ഫിൽ എന്ന ബഹുമതി നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. ചെറുകാട് സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ചെറുകാട് പുരസ്കാരത്തിന് അർഹമായ നടൻ ഇന്ദ്രൻസിന്റെ ആത്മകഥ. നടൻ ഇന്ദ്രൻസിന്റെ ആത്മകഥ ഇന്ദ്രധനുസ്. 2024 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച ദക്ഷിണ കൊറിയൻ എഴുത്തുകാരി. 2024 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ഹാൻകാങ്ങിനാണ് ലഭിച്ചത്. ഹാൻകാങ്. പെറുവിലെ ലിമയിൽ നടന്ന 2024 ISSF ജൂനിയർ വേൾഡ് ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കൾ ആയത് ഇന്ത്യയാണ്. ഇന്ത്യ ഭാരതത്തിലെ ആദ്യത്തെ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെന്റ് ഗ്രാമമായി മാറിയത്. ഭാരതത്തിലെ ആദ്യത്തെ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെന്റ് ഗ്രാമമായിട്ട് മാറിയത് കുറ്റിച്ചാലാണ്. കുറ്റിച്ചൽ. കടലിലും ശുദ്ധജലത്തിലും കരയിലും ആയി ജീവിക്കുന്ന ആമകളുടെ പരിരക്ഷണം ലക്ഷ്യമാക്കിക്കൊണ്ട് പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് കൂർമ. കൂർമ എന്നത് ആമകളുടെ പരിരക്ഷണം ലക്ഷ്യമാക്കിക്കൊണ്ട് പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ കൂർമ. സംസ്ഥാനത്തെ ഭക്ഷ്യ സുരക്ഷാ ഓഫീസുകളിലെ ക്രമക്കേടുകൾ കണ്ടെത്താൻ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന. ഭക്ഷ്യ സുരക്ഷാ ഓഫീസുകളിലെ ക്രമക്കേടുകൾ കണ്ടെത്താൻ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ ഹെൽത്ത് വെൽത്ത് എന്നത്. ഓപ്പറേഷൻ ഹെൽത്ത് വെൽത്ത്. വൃദ്ധരുടെ ക്ഷേമത്തിനായിട്ട് വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്ത് ആരംഭിച്ച വയോജന സൗഹൃദ പദ്ധതിയാണ് സഹയാത്ര. ആരംഭിച്ച പഞ്ചായത്ത് ഏതാണ്? വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്ത്. പദ്ധതിയുടെ പേര് സഹയാത്ര. ലോകത്തിൽ ആദ്യമായിട്ട് മണലിൽ നിർമ്മിച്ച ബാറ്ററി സ്ഥാപിച്ച രാജ്യം. മണലിൽ നിർമ്മിച്ച ബാറ്ററി സ്ഥാപിച്ചത് ഫിൻലാൻഡാണ്. ഫിൻലാൻഡ്. സംസ്ഥാനത്തെ ആദ്യത്തെ സിലിക്കൺ പ്രൂവ്ഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI ചിപ്പ് കൈരളി AI ചിപ്പ് രൂപകൽപ്പന ചെയ്ത സർവകലാശാല കേരള ഡിജിറ്റൽ സർവകലാശാലയാണ്. കേരള ഡിജിറ്റൽ സർവകലാശാല. കൈരളി AI ചിപ്പ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം ആരംഭിച്ച സംസ്ഥാനം. സോളാർ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം ഛത്തീസ്ഗഡ് ആണ്. ഛത്തീസ്ഗഡ്. ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബൺ 2024 മികച്ച നടിക്കുള്ള പുരസ്കാരത്തിന് അർഹയായത്. ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബൺ 2024 മികച്ച നടിക്കുള്ള പുരസ്കാരത്തിന് അർഹയായത് പാർവതി തിരുവോത്താണ്. പാർവതി തിരുവോത്ത്. കൊണ്ടു നടക്കാൻ സാധിക്കുന്ന ഉപഗ്രഹ ഇന്റർനെറ്റ് സ്റ്റാർലിങ്ക് മിനി അവതരിപ്പിച്ച കമ്പനി സ്പേസ് എക്സ് ആണ്. കൊണ്ടു നടക്കുവാൻ സാധിക്കുന്ന ഉപഗ്രഹ ഇന്റർനെറ്റ് സ്റ്റാർലിങ്ക് മിനി അവതരിപ്പിച്ച കമ്പനി സ്പേസ് എക്സ് ആണ്. 6ാമത് ഗ്ലോബൽ ആയുർവേദ ഉച്ചകോടിയുടെ വേദി. 6ാമത് ഗ്ലോബൽ ആയുർവേദ ഉച്ചകോടിയുടെ വേദി അങ്കമാലി. രാജ്യത്ത് ആദ്യമായി സംരംഭകത്വ സൂചിക പ്രഖ്യാപിക്കുന്ന സംസ്ഥാനം. രാജ്യത്ത് ആദ്യമായിട്ട് സംരംഭകത്വ സൂചിക പ്രഖ്യാപിക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഉപഗ്രഹങ്ങൾ കുറഞ്ഞ ചിലവിൽ വിക്ഷേപിക്കുന്നതിന് ISRO രൂപകൽപ്പന ചെയ്ത റോക്കറ്റ്. കുറഞ്ഞ ചിലവിൽ വിക്ഷേപിക്കുന്നതിന് ISRO രൂപകൽപ്പന ചെയ്ത റോക്കറ്റാണ് സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ SSLV. സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. ആയുർവേദം, പരമ്പരാഗത വൈദ്യം തുടങ്ങിയ മേഖലകളിൽ പരസ്പര സഹകരണത്തിന് ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പുവെച്ച രാജ്യം. ആയുർവേദം, പരമ്പരാഗത വൈദ്യം തുടങ്ങിയ മേഖലകളിൽ പരസ്പര സഹകരണത്തിന് ഇന്ത്യയുമായിട്ട് ധാരണാപത്രം ഒപ്പുവെച്ച രാജ്യം മലേഷ്യയാണ്. 2024 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹരായത്.
2024 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹരായത് ജോൺ ഹോപ്ഫീൽഡ്, ജെഫ്രി ഹിൻറ്റൺ എന്നിവരാണ്. ജോൺ ഹോപ്ഫീൽഡ്, ജെഫ്രി ഹിൻറ്റൺ. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹയായത് ഹാൻകാങ്. 2024 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനത്തിന് അർഹരായവർ. വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം വിക്ടർ ആംബ്രോസ്, ഗാരി റൂക്കിൻ എന്നിവരാണ്. വിക്ടർ ആംബ്രോസ്, ഗാരി റൂക്കിൻ. 2024 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹരായത് ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ ജമ്പർ എന്നിവരാണ്. ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ ജമ്പർ. 2024 സമാധാന നോബൽ സമ്മാനത്തിന് അർഹത നേടിയ സംഘടന ഏത് എന്ന് ചോദിച്ചാൽ നിഹോൺ ഹിൻഡാൻക്യോ ആണ്. നിഹോൺ ഹിൻഡാൻക്യോ. ചിഹ്നഗ്രഹത്തെ വ്യതിചലിപ്പിക്കുന്നതിനുള്ള കൈനറ്റിക് ഇമ്പാക്ടർ ടെക്നോളജി വിജയകരമായി പ്രദർശിപ്പിച്ച നാസയുടെ ദൗത്യം. ചിഹ്നഗ്രഹത്തെ വ്യതിചലിപ്പിക്കുന്നതിനുള്ള കൈനറ്റിക് ഇമ്പാക്ടർ ടെക്നോളജി വിജയകരമായി പ്രദർശിച്ച നാസയുടെ ദൗത്യമാണ് ഡാർട്ട്. ഡബിൾ ആസ്ട്രോയിഡ് റീഡയറക്ഷൻ ടെസ്റ്റ്. ഡബിൾ ആസ്ട്രോയിഡ് റീഡയറക്ഷൻ ടെസ്റ്റ്. കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബ്. കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായിട്ട് കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബാണ് ഇക്യൂബ്. ഇക്യൂബ്. ബാങ്ക് ഓഫ് ബറോഡയുടെ ഗ്ലോബൽ ബ്രാൻഡ് അംബാസിഡർ. ബാങ്ക് ഓഫ് ബറോഡയുടെ ഗ്ലോബൽ ബ്രാൻഡ് അംബാസിഡർ സച്ചിൻ ടെണ്ടുൽക്കർ. 2024 ദേശീയ വ്യോമസേന ദിനത്തിന്റെ പ്രമേയം ഭാരതീയ വായുസേന സാക്ഷം സശക്ത് ആത്മനിർഭർ എന്നാണ്. ഭാരതീയ വായുസേന സാക്ഷം സശക്ത് ആത്മനിർഭർ. 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ രാജ്യം. പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയത് അമേരിക്കയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ദൂരദർശിനിയായ മെയ്സ് സ്ഥാപിതമായത് എവിടെ? ഏഷ്യയിലെ ഏറ്റവും വലിയ ദൂരദർശിനിയായ മെയ്സ് സ്ഥാപിതമായത് ഹാൻലെയാണ്. ലഡാക്കിലെ ഹാൻലെ. ISRO വിക്ഷേപിച്ച ഏത് റോക്കറ്റിന്റെ മുകൾ ഭാഗമാണ് 2024 തിരിച്ചിറക്കിയത്? PSLV C-37 ഭാഗമാണ്. PSLV C-37. കേരളത്തിൽ തുടക്കമിട്ട പുതിയ മാലിന്യമുക്ത ജനകീയ ക്യാമ്പയിൻ മാലിന്യമുക്ത നവകേരളം 2.0. കാഴ്ച പരിമിതർക്ക് വിദ്യാഭ്യാസ പിന്തുണ നൽകാൻ സാക്ഷരതാ മിഷൻ ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ്സ് അധ്യാപക ഫോറവുമായി ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയാണ് ദീപ്തി ബ്രെയിൻ. ദീപ്തി ബ്രെയിൻ. കാഴ്ച പരിമിതർക്ക് വിദ്യാഭ്യാസ പിന്തുണ നൽകാൻ ദീപ്തി ബ്രെയിൻ. ഇംഗ്ലീഷ് ചാനൽ വേഗത്തിൽ നീന്തിക്കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പാരാ നീന്തൽ താരം ജിയ റായ് ആണ്. ജിയ റായ്. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര് ഗണതന്ത്ര മണ്ഡപം. ഗണതന്ത്ര മണ്ഡപം. 2024 മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ഒരേ സമയം പല ലക്ഷ്യങ്ങൾ ടാർഗറ്റ് ചെയ്യാവുന്ന മിസൈൽ. 2024 മാർച്ചിൽ ഇന്ത്യ വിജയകരമായിട്ട് പരീക്ഷിച്ച ഒരേ സമയം പല ലക്ഷ്യങ്ങൾ ടാർഗറ്റ് ചെയ്യാവുന്ന മിസൈലാണ് അഗ്നി 5. മിസൈലിന്റെ പേര് അഗ്നി 5. 2025 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം 2025 G20 ദക്ഷിണാഫ്രിക്കയാണ്. ദക്ഷിണാഫ്രിക്ക. ജീവിതം ഒരു പാഠപുസ്തകം എന്ന പുസ്തകം രചിച്ചത്. ജീവിതം ഒരു പാഠപുസ്തകം എന്നത് ഗോപിനാഥ് മുതുകാടിന്റെ പുസ്തകമാണ്. ഗോപിനാഥ് മുതുകാട്. 53ാമത് ദാദാ സാഹേബ് പുരസ്കാരം നേടിയത് 53ാമത് വഹീദ റഹ്മാനാണ്. വഹീദ റഹ്മാൻ. ലോക നാടക ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന്. ലോക നാടക ദിനം മാർച്ച് 27 മാർച്ച് 27. ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മലയാളി പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. മരണവംശം എന്ന നോവലിന്റെ രചയിതാവ്. മരണവംശം PV ഷാജി കുമാർ. PV ഷാജി കുമാർ. നോവലിന്റെ പേര് മരണവംശം. തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡ് വിഭജനത്തിന് വിവരങ്ങൾ ഉൾപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ആപ്പ്.
തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡ് വിഭജനത്തിന് വിവരങ്ങൾ ഉൾപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ആപ്പ് ക്യൂ ഫീൽഡ്. ആപ്പിന്റെ പേര് ക്യൂ ഫീൽഡ്. 2024 അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പരമോന്നത ബഹുമതിയായ ഒളിമ്പിക് ഓർഡറിന് അർഹനായ ഇന്ത്യൻ താരം അഭിനവ് ബിന്ദ്രയാണ്. അഭിനവ് ബിന്ദ്ര 2024 ജൂണിൽ ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ അംഗമായ 100ാമത്തെ രാജ്യം. 2024 ജൂണിൽ ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ അംഗമായ 100ാമത്തെ രാജ്യം പരാഗ്വേയാണ്. പരാഗ്വേ. 2024 ജൂലൈ 1 മുതൽ നിലവിൽ വന്ന പുതിയ ക്രിമിനൽ നിയമങ്ങൾ. 2024 ജൂലൈ 1 മുതൽ നിലവിൽ വന്ന പുതിയ ക്രിമിനൽ നിയമങ്ങളാണ് ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം. 2024 ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായത് മോഹൻലാലാണ്. 2024 ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായത് മോഹൻലാൽ. ലോക ജനസംഖ്യാ ദിനം 2024 തീം. ലോക ജനസംഖ്യാ ദിനം 2024 ടു ലീവ് നോ വൺ ബിഹൈൻഡ്, കൗണ്ട് എവരി വൺ എന്നതാണ്. ടു ലീവ് നോ വൺ ബിഹൈൻഡ്, കൗണ്ട് എവരി വൺ. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ബയോസ്ഫിയർ. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ബയോസ്ഫിയർ രാജാജി രാഗതി ബയോസ്ഫിയർ, ഉത്തരാഖണ്ഡിൽ. രാജാജി രാഗതി ബയോസ്ഫിയർ, ഉത്തരാഖണ്ഡ്. ഇന്ത്യയിൽ ആദ്യമായി സോളാർ AC ബസ് സർവീസ് ആരംഭിച്ച സ്ഥലം. ഇന്ത്യയിൽ ആദ്യമായിട്ട് സോളാർ AC ബസ് സർവീസ് ആരംഭിച്ചത് കണ്ണൂരാണ്. കണ്ണൂർ. 2024 ഇന്ത്യയുടെ ദേശീയ അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രം ആട്ടമാണ്. 2024 ഇന്ത്യയുടെ ദേശീയ അവാർഡിൽ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രമാണ് ആട്ടം. 2024 ജൂൺ മാസം ഗൂഗിൾ ഇന്ത്യയിൽ അവതരിപ്പിച്ച ജനറേറ്റീവ് AI ചാറ്റ് ബോട്ടിന്റെ പേര് ജെമിനി. 2024 ഓഗസ്റ്റിലെ 75ാം വാർഷികം ആഘോഷിച്ച ഇന്ത്യൻ കറൻസി നോട്ട് ₹1 നോട്ടാണ്. എത്രാം വാർഷികമാണ്? 75ാമത്തെ വാർഷികം. ഇന്ത്യയിലെ ആദ്യത്തെ അരി ATM സ്ഥാപിതമായത് എവിടെയാണ്? അരി ATM ഭുവനേശ്വർ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകൾ 6 മെഡലുകളാണ്. 6. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ കോടതി നിലവിൽ വന്ന സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ കോടതി കേരളത്തിലാണ്. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. സിയാല്. ഗ്രീൻ ഹൈഡ്രജൻ. ഗുരുവായൂർ ട്രസ്റ്റിന്റെ ഓടക്കുഴൽ പുരസ്കാരം 2023 ജേതാവ്. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ ഓടക്കുഴൽ പുരസ്കാരം 2023 ജേതാവ് PN ഗോപി കൃഷ്ണനാണ്. PN ഗോപി കൃഷ്ണൻ. രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? രാജ്യത്തെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് കൊൽക്കത്തയിലാണ്. 2024 അന്താരാഷ്ട്ര വനിതാ ദിന പ്രമേയം. 2024 അന്താരാഷ്ട്ര വനിതാ ദിന പ്രമേയം ഇൻവെസ്റ്റ് ഇൻ വുമൺ, ആക്സിലറേറ്റ് പ്രോഗ്രസ് എന്നതാണ്. ഇൻവെസ്റ്റ് ഇൻ വുമൺ, ആക്സിലറേറ്റ് പ്രോഗ്രസ്. 2024 ലോക ജലദിനത്തിന്റെ പ്രമേയം. ലോക ജലദിനത്തിന്റെ പ്രമേയം ജലം സമാധാനത്തിന്, വാട്ടർ ഫോർ പീസ് എന്നതാണ്. പ്രഥമ മാമുക്കോയ പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായത്. പ്രഥമ മാമുക്കോയ പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായത് ഹരിഹരൻ. 2024 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത്. 2024 പത്മപ്രഭ പുരസ്കാരം റഫീഖ് അഹമ്മദ് ആണ്. റഫീഖ് അഹമ്മദ്. ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ ബഹിരാകാശ വാഹനത്തിന്റെ യാത്രയുടെ ഭാഗമായ ഇന്ത്യൻ വംശജ. ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ ബഹിരാകാശ വാഹനത്തിന്റെ യാത്രയുടെ ഭാഗമായ ഇന്ത്യൻ വംശജ സുനിത വില്യംസ് ആണ്. സുനിത വില്യംസ്. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ചൈൽഡ് ലൈൻ ഇനി മുതൽ ഏത് പേരിലാണ് പ്രവർത്തിക്കുന്നത്? മിഷൻ വാത്സല്യ. പേര് മിഷൻ വാത്സല്യ. യുനെസ്കോ ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ച നഗരം കോഴിക്കോടാണ്. കോഴിക്കോട്. തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റുകൾ അവതരിപ്പിച്ച കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഏറ്റവും കൂടുതൽ ഉപഗ്രഹമുള്ള ഗ്രഹം ശനിയാണ്. ശനി. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല. ഭരണഘടനാ സാക്ഷരതാ ജില്ല കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ല. തീപിടുത്തമുണ്ടായ ബ്രഹ്മപുരം പ്ലാന്റ് ഏത് ജില്ലയിലാണ്? ബ്രഹ്മപുരം.
എറണാകുളം ജില്ലയിലാണ്. എറണാകുളം. 2027 ഫിഫ വനിതാ ലോകകപ്പ് വേദി. 2027 ഫിഫ വനിതാ ലോകകപ്പ് വേദി ബ്രസീൽ. കേരള ബാങ്കിന്റെ പരസ്യചിത്രം. കേരള ബാങ്കിന്റെ പരസ്യചിത്രം കരുതൽ. കേരള ബാങ്കിന്റെ പരസ്യചിത്രമാണ് കരുതൽ. ഫോബ്സ് പുറത്തിറക്കിയ 2024 ലോകത്തിലെ മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ ബാങ്ക് കേരള ഗ്രാമീൺ ബാങ്കാണ്. കേരള ഗ്രാമീൺ ബാങ്ക്. 2025 കാലാവസ്ഥ വ്യതിയാന ഉച്ചകോടിയുടെ വേദി. 2025 കാലാവസ്ഥ വ്യതിയാന ഉച്ചകോടിയുടെ വേദി ബ്രസീൽ. ടെസ്റ്റ് ക്രിക്കറ്റിൽ അമ്പയറായ ആദ്യ ഇന്ത്യൻ വനിത. ടെസ്റ്റ് ക്രിക്കറ്റിൽ അമ്പയറായ ഇന്ത്യൻ വനിത ആദ്യത്തെ ഇന്ത്യൻ വനിത വൃന്ദാരതിയാണ്. വൃന്ദാരതി. 2024 റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ നയിച്ച മലയാളി വനിത. 2024 റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ നയിച്ച മലയാളി വനിതയാണ് ശ്വേത കെ സുഗതൻ. ശ്വേത കെ സുഗതൻ. നാസയുടെ ബഹിരാകാശ യാത്രയ്ക്കുള്ള പരിശീലനത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി വനിത. നാസയുടെ ബഹിരാകാശ യാത്രയ്ക്കുള്ള പരിശീലനത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മലയാളി വനിതയാണ് ആതിര പ്രീത റാണി. ആതിര പ്രീത റാണി. സംസ്ഥാനത്തെ ആദ്യത്തെ ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കളക്ട്രേറ്റ്. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കളക്ട്രേറ്റ് കോട്ടയമാണ്. കോട്ടയം. ആരുടെ ആത്മകഥയാണ് കനൽ വഴികളിലൂടെ? കനൽ വഴികളിലൂടെ എന്നത് സി ദിവാകരന്റെ ആത്മകഥയാണ്. സി ദിവാകരന്റെ ആത്മകഥയാണ് കനൽ വഴികളിലൂടെ എന്നത്. സണ്ണിക്കുട്ടി എബ്രഹാം രചിച്ച് മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജീവിതം പറയുന്ന പുസ്തകം കാലം സാക്ഷി. പുസ്തകത്തിന്റെ പേര് കാലം സാക്ഷി. നാഷണൽ സ്പേസ് ഡേ ആയി ആചരിക്കുന്നതിന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ദിവസം ഓഗസ്റ്റ് 23. നാഷണൽ സ്പേസ് ഡേ എന്നാണ്. ഓഗസ്റ്റ് 23. അടുത്ത കാലത്ത് സ്ത്രീകൾക്ക് സർക്കാർ ജോലികളിൽ 35% സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം. 35% സംവരണം മധ്യപ്രദേശാണ്. മധ്യപ്രദേശ്. എത്ര വർഷം കേരളത്തിൽ താമസിച്ചിട്ടുള്ളവർക്കാണ് കേരള പുരസ്കാരത്തിന് പരിഗണിക്കപ്പെടാൻ അർഹതയുള്ളത്? കേരള പുരസ്കാരത്തിന് പരിഗണിക്കപ്പെടാൻ 10 വർഷം കേരളത്തിൽ താമസിച്ചിട്ടുള്ളവർക്കാണ് അർഹതയുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ ആദ്യ ദേശീയ ലഹരി വിരുദ്ധ ടോൾ ഫ്രീ നമ്പർ. കേന്ദ്ര സർക്കാരിൻ്റെ ആദ്യത്തെ ദേശീയ ലഹരി വിരുദ്ധ ടോൾ ഫ്രീ നമ്പറാണ് 1933 എന്നത്. 1933. ഇന്ത്യയിൽ ആദ്യമായിട്ട് ജല ബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളമാണ്. ജല ബജറ്റ് കേരളം. അടുത്തിടെ GI ടാഗ് ലഭിച്ച ചോക്കുവ അരി ഏത് സംസ്ഥാനത്തെ മാതൃക അരി എന്ന് അറിയപ്പെടുന്നു? ചോക്കുവ അരി ആസാമിലേതാണ്. ആസാം. ചന്ദ്രയാൻ 3 വിക്ഷേപണത്തിന്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എഞ്ചിനിൽ ഉപയോഗിച്ചിരുന്ന പ്രൊപ്പല്ലറ്റ് ഏത്? പ്രൊപ്പല്ലറ്റ് ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനുമാണ്. ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനും. കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിതയാണ് ജിലുമോൾ മാരിയറ്റ് തോമസ്. ജിലുമോൾ മാരിയറ്റ് തോമസ്. 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഏത് രാജ്യത്തെ ടീമിനെയാണ്? ശ്രീലങ്കയുടേതാണ്. ശ്രീലങ്ക. വേൾഡ് ക്രാഫ്റ്റ് സിറ്റി ടാഗ് ലഭിച്ച ഇന്ത്യൻ നഗരം. വേൾഡ് ക്രാഫ്റ്റ് സിറ്റി ടാഗ് ശ്രീനഗറാണ്. വേൾഡ് ക്രാഫ്റ്റ് സിറ്റി ടാഗ് ലഭിച്ച ഇന്ത്യൻ നഗരം ഏതാണ്? ശ്രീനഗർ. യുനെസ്കോയുടെ ഇന്ത്യയിലെ ഒരേയൊരു സംഗീത നഗരമായിട്ട് പ്രഖ്യാപിച്ചത്. സംഗീത നഗരം ഗോളിയോറാണ്. മധ്യപ്രദേശിലെ ഗോളിയോർ സംഗീത നഗരം. അഴുക്കുചാലുകളും സെപ്റ്റിക് ടാങ്കുകളും വൃത്തിയാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പുതിയ യന്ത്രവൽകൃത ശുചിത്വ പദ്ധതിയാണ് നമസ്തേ പദ്ധതി. നമസ്തേ പദ്ധതി. ചീഫ് മിനിസ്റ്റേഴ്സ് ബ്രേക്ക്ഫാസ്റ്റ് സ്കീം ആരംഭിച്ച സംസ്ഥാനം. ചീഫ് മിനിസ്റ്റേഴ്സ് ബ്രേക്ക്ഫാസ്റ്റ് സ്കീം ആരംഭിച്ചത് തമിഴ്നാട്. ഇന്ത്യയിലെ ആദ്യത്തെ യാത്രാ ഡ്രോൺ ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ യാത്രാ ഡ്രോണാണ് വരുണ. കേരളത്തിലെ ആദ്യത്തെ മാതൃകാ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്. മാതൃകാ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് തിരുവനന്തപുരം. കടകംപള്ളിയിൽ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ആണ് കേരളത്തിലെ ആദ്യത്തെ മാതൃകാ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ ഹെൽത്ത് ഒബ്സർവേറ്ററി ഏത് സംസ്ഥാനത്താണ് സ്ഥാപിച്ചത്? ട്രൈബൽ ഹെൽത്ത് ഒബ്സർവേറ്ററി ഒഡീഷയിലാണ്. ഒഡീഷ.
കേരള സർക്കാരിൻ്റെ ഓൺലൈൻ ടാക്സി സർവീസ് മൊബൈൽ ആപ്ലിക്കേഷൻ. കേരള സർക്കാരിൻ്റെ ഓൺലൈൻ ടാക്സി സർവീസ് മൊബൈൽ ആപ്ലിക്കേഷനാണ് കേരള സഫാരി. കേരള സഫാരി. ഇന്ത്യയിലെ ആദ്യത്തെ വേൾഡ് പീസ് സെൻറ്റർ എവിടെയാണ് സ്ഥാപിക്കുന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ വേൾഡ് പീസ് സെൻറ്റർ ഗുരുഗ്രാം. കൃഷിയിടങ്ങളിൽ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് കർമ്മ പദ്ധതി നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം? കേരളം. ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് കർമ്മ പദ്ധതി നടപ്പിലാക്കിയത് കേരളം. ലോകത്തിലെ ആദ്യത്തെ 3D പ്രിന്റ് റോക്കറ്റ്? ടെറാൻ 1. ടെറാൻ 1. മലയാറ്റൂർ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 16ാമത് മലയാറ്റൂർ പുരസ്കാരത്തിന് അർഹമായ നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന നോവൽ എഴുതിയത് ആര്? നിശബ്ദ സഞ്ചാരങ്ങൾ ബെന്യാമിനാണ്. ബെന്യാമിൻ. ഇന്ത്യയിൽ ആദ്യമായി വെള്ളത്തിനടിയിലെ തുരങ്കത്തിലൂടെ മെട്രോ ട്രെയിൻ സർവീസ് പരീക്ഷണോട്ടം നടത്തിയത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. കൊൽക്കത്തയിലെ ഹുഗ്ലി നദിയിൽ. ആഫ്രിക്കയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ കിളിമഞ്ചാരോ കീഴടക്കിയ ആദ്യത്തെ IAS ഓഫീസർ? അർജുൻ പാണ്ഡ്യൻ. അർജുൻ പാണ്ഡ്യൻ. ആഭ്യന്തര സംഘർഷം രൂക്ഷമായ സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ദൗത്യം ഓപ്പറേഷൻ കാവേരി. ഓപ്പറേഷൻ കാവേരി. എവിടെ നിന്നുമാണ്? സുഡാനിൽ നിന്നും. സ്മോക്ക് ആൻഡ് ആഷസ് എ റൈറ്റേഴ്സ് ജേർണി ത്രൂ OPM's ഹിഡൻ ഹിസ്റ്ററീസ് എന്ന കൃതി ആരുടേതാണ്? അമിതാവ് ഘോഷിൻ്റെതാണ്. സ്മോക്ക് ആൻഡ് ആഷസ് എ റൈറ്റേഴ്സ് ജേർണി ത്രൂ OPM's ഹിഡൻ ഹിസ്റ്ററീസ്. അമിതാവ് ഘോഷ്. നാസയും ISROയും സംയുക്തമായി വികസിപ്പിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹം നിസാർ. നിസാർ. ഏത്? നാസയും ISROയും സംയുക്തമായിട്ട് വികസിപ്പിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് നിസാർ. പ്രഥമ ആഗോള ബുദ്ധ ഉച്ചകോടിയുടെ വേദി? ന്യൂഡൽഹി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ശ്രീ സിദ്ധരൂഢ സ്വാമിജി ഹുബ്ബള്ളി റെയിൽവേ സ്റ്റേഷൻ, കർണാടകയിൽ. 1507 മീറ്ററാണ് നീളം. 1507 മീറ്റർ. കർണാടകയിൽ ശ്രീ സിദ്ധരൂഢ സ്വാമിജി ഹുബ്ബള്ളി റെയിൽവേ സ്റ്റേഷൻ. ഏത് ക്രിക്കറ്റ് താരത്തിൻ്റെ ജീവിതം പ്രമേയമാക്കിയുള്ള സിനിമയാണ് 800? മുത്തയ്യ മുരളീധരൻ. മുത്തയ്യ മുരളീധരൻ. മെയ്ഡ് ഇൻ ഇന്ത്യ 75 years ഓഫ് ബിസിനസ് ആൻഡ് എൻ്റർപ്രൈസ് എന്ന പുസ്തകം രചിച്ചത് അമിതാവ് കാന്ത്. അമിതാവ് കാന്ത്. ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ റെയിൽ പാലം? ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ റെയിൽ പാലം അഞ്ചിഗഡ് ആണ്. ചെനാബിൻ്റെ കൈവഴിയായ അഞ്ചി നദിക്ക് കുറുകെ സ്ഥാപിച്ചിരിക്കുന്നു. ലോകത്തിലെ ആദ്യത്തെ നാനോ DAP ദ്രാവക വളം പുറത്തിറക്കിയത് ഇഫ്കോയാണ്. ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസർ കോപ്പറേറ്റീവ് ലിമിറ്റഡ്. ഇഫ്കോ. ഇന്ത്യയിലെ ആദ്യ 5G ആംബുലൻസ്? ഇന്ത്യയിലെ ആദ്യത്തെ 5G ആംബുലൻസ് അപ്പോക്. ഏഷ്യയിൽ വെള്ളത്തിനടിയിലൂടെ ഏറ്റവും നീളം കൂടിയ ഹൈഡ്രോ കാർബൺ പൈപ്പ് ലൈൻ ഏത് നദിയിലാണ്? ബ്രഹ്മപുത്ര നദിയിലാണ്. ആസാമിലെ ജോഹാർഘട്ടിനെയും മൗജലി ദ്വീപിനെയും ബന്ധിപ്പിക്കുന്ന പൈപ്പ് ലൈൻ. സിംഗപ്പൂരിൻ്റെ ലൂംലൈറ്റ് 4, ടോലിയോസ് 2 എന്നീ ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്തെത്തിച്ച ഇന്ത്യയുടെ വിക്ഷേപണ വാഹനം PSLV C-55 ആണ്. PSLV C-55. സിംഗപ്പൂരിൻ്റെ ലൂംലൈറ്റ് 4, ടോലിയോസ് 2 എന്നീ ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്തെത്തിച്ച ഇന്ത്യയുടെ വിക്ഷേപണ വാഹനമാണ് PSLV C-55. രാജ്യത്തെ ദേശീയ പാർട്ടികളുടെ എണ്ണം? രാജ്യത്തെ ദേശീയ പാർട്ടികളുടെ എണ്ണം 6 ആണ്. ഏതൊക്കെയാണ്? BJP, INC, CPIM, BSP, NPP, AAP. ഇന്ത്യൻ വ്യോമസേനയുടെ ഗാലൻട്രി മെഡൽ നേടുന്ന ആദ്യ വനിതാ വ്യോമസേന ഉദ്യോഗസ്ഥ? ഇന്ത്യൻ വ്യോമസേനയുടെ ഗാലൻട്രി മെഡൽ നേടുന്ന ആദ്യ വനിതാ വ്യോമസേന ഉദ്യോഗസ്ഥയാണ് വിംഗ് കമാൻഡർ ദീപിക മിശ്ര. വിംഗ് കമാൻഡർ ദീപിക മിശ്ര. വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ ഓടിക്കുന്ന ആദ്യത്തെ വനിത? വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ ഓടിക്കുന്ന ആദ്യത്തെ വനിത സുരേഖ യാദവ്. സുരേഖ യാദവ്. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യ സംസ്ഥാനമായി മാറുന്നതിൻ്റെ ഭാഗമായി കേരളത്തിൽ നടത്തുന്ന പദ്ധതിയാണ് ഡിജി കേരളം പദ്ധതി. ഡിജി കേരളം പദ്ധതി. 2024 വനിതാ ഏഷ്യ കപ്പ് കിരീടം നേടിയത് ശ്രീലങ്കയാണ്. 2024 വനിതാ ഏഷ്യ കപ്പ് കിരീടം നേടിയത് ശ്രീലങ്ക. ദേഹം എന്ന നോവലിൻ്റെ രചയിതാവ്? ദേഹം
അജയ് പി മങ്ങാട്ടാണ്. അജയ് പി മങ്ങാട്ട്. മണിപ്പൂർ സംഘർഷത്തെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ പരിശോധിക്കാൻ രൂപീകരിച്ച കമ്മിറ്റി. മണിപ്പൂർ സംഘർഷത്തെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ പരിശോധിക്കാൻ രൂപീകരിച്ച കമ്മിറ്റി ഗീത മിത്തൽ കമ്മിറ്റി. ഗീത മിത്തൽ കമ്മിറ്റി. 2024 പാരീസ് ഒളിമ്പിക്സിൽ പുരുഷ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ ടീം. പുരുഷ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയത് ഇന്ത്യയാണ്. 2024 MS സ്വാമിനാഥൻ പരിസ്ഥിതി സംരക്ഷണ അവാർഡ് നേടിയത്. 2024 MS സ്വാമിനാഥൻ പരിസ്ഥിതി സംരക്ഷണ അവാർഡ് നേടിയത് AC ആനന്ദ് ദർശൻ ശങ്കർ. AC ആനന്ദ് ദർശൻ ശങ്കർ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 71, 1 വെള്ളി 6 വെങ്കലം. 2025 ഓസ്കർ അവാർഡിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ലാപ്പത ലേഡീസ്. ലാപ്പത ലേഡീസ്. 2024 ലോക ബഹിരാകാശ വാരത്തിന്റെ പ്രമേയം സ്പേസ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. സ്പേസ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. നാളികേര വികസന ബോർഡിന്റെ 2023-24 വർഷത്തെ 2ാം പാദ റിപ്പോർട്ട് പ്രകാരം നാളികേര ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. 54ാമത് ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാര ജേതാവ്. 54ാമത് മിഥുൻ ചക്രവർത്തി. മിഥുൻ ചക്രവർത്തി 54ാമത് ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാര ജേതാവ്. മികച്ച പഞ്ചായത്തിനുള്ള 5ാമത് ദേശീയ ജലശക്തി അവാർഡും ദേശീയ തലത്തിൽ 1ാം സ്ഥാനവും നേടുന്ന കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്താണ് പുല്ലമ്പാറ. മികച്ച പഞ്ചായത്തിനുള്ള 5ാമത് ദേശീയ ജലശക്തി അവാർഡ്. ദേശീയ തലത്തിൽ 1ാം സ്ഥാനവും നേടുന്ന കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്താണ് പുല്ലമ്പാറ. കേന്ദ്ര സർക്കാർ പദ്ധതി പ്രകാരം റേഷൻ കടകൾക്ക് നൽകുന്ന പുതിയ പേര് ജൻ പോഷൻ കേന്ദ്രം. ജൻ പോഷൻ കേന്ദ്രം. ലോക വ്യാപാര സംഘടനയുടെ 13ാം മന്ത്രിതല സമ്മേളനത്തിന്റെ വേദി. ലോക വ്യാപാര സംഘടനയുടെ 13ാമത് മന്ത്രിതല സമ്മേളനത്തിന്റെ വേദി അബുദാബി. മലയാളിയായ ജോർജ് കുര്യൻ ഏത് സംസ്ഥാനത്തു നിന്നാണ് രാജ്യസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത്? മധ്യപ്രദേശ്. 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ഗ്ലാസ്ഗോ. യാഗി ചുഴലിക്കാറ്റ് ബാധിത രാജ്യങ്ങൾക്ക് സഹായം നൽകുന്നതിനായി ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ സത് ബൗ. ഓപ്പറേഷൻ സത് ബൗ. 2024 രാജ്യത്തെ മികച്ച ടൂറിസം വില്ലേജിനുള്ള പുരസ്കാരം നേടിയ കേരളത്തിലെ വില്ലേജുകൾ കുമരകം, കടലുണ്ടി. 2024 ലോക ഹൃദയ ദിനത്തിന്റെ പ്രമേയം. 2024 ലോക ഹൃദയ ദിനത്തിന്റെ പ്രമേയം യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ എന്നാണ്. യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ. 2024 കോളറ പ്രതിരോധിക്കുന്നതിനായി ഭാരത് ബയോടെക് വികസിപ്പിച്ച വാക്സിൻ. 2024 കോളറ പ്രതിരോധിക്കുന്നതിനായിട്ട് ഭാരത് ബയോടെക് വികസിപ്പിച്ചത് ഹിൽകോൺ. വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷിക സ്മരണയായി പ്രകാശനം ചെയ്ത ശബ്ദ പുസ്തകമാണ് ആ കുട്ടി ഗാന്ധിയെ തൊട്ടു എന്ത്. വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷിക സ്മരണയായിട്ട് പ്രകാശനം ചെയ്ത ശബ്ദ പുസ്തകമാണ് ആ കുട്ടി ഗാന്ധിയെ തൊട്ടു എന്നത്. സാക്ഷി മാലിക്കിന്റെ ആത്മകഥയാണ് വിറ്റ്നസ്. ഏഷ്യയിലെ സമ്പന്ന ഗ്രാമം എന്ന പദവി സ്വന്തമാക്കിയ മധാപർ ഗ്രാമം ഏത് സംസ്ഥാനത്താണ്? മധാപർ ഗ്രാമം ഗുജറാത്തിലാണ്. ചട്ടമ്പി സ്വാമികളുടെ എത്രാമത്തെ ജന്മവാർഷികമാണ് 2024 ആഘോഷിച്ചത്? 171ാം ജന്മവാർഷികം. വനിതാ ശിശുവകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന വിധവ പുനർവിവാഹ ധനസഹായ പദ്ധതി മംഗല്യം. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച സംസ്ഥാനത്തെ ആദ്യത്തെ നഗരമാണ് മൂവാറ്റുപുഴ. എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച സംസ്ഥാനത്തെ ആദ്യത്തെ നഗരം. ശുക്രനെ കുറിച്ച് പഠിക്കുവാനുള്ള ഇന്ത്യയുടെ ദൗത്യം. ശുക്രനെ കുറിച്ച് വീനസ് ഓർബിറ്റർ മിഷൻ. വീനസ് ഓർബിറ്റർ മിഷൻ. നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറൽ. നാറ്റോയുടെ മാർക്ക് റൂട്ടെ. 2024 ജൂണിൽ യുനെസ്കോ പുറത്തിറക്കിയ ലോകത്തിലെ 7 മികച്ച മ്യൂസിയങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള ഏക മ്യൂസിയമാണ് ഭുഞ്ച് സ്മൃതിവനം, ഗുജറാത്ത്. ഭുഞ്ച് സ്മൃതിവനം, ഗുജറാത്ത്. 2024 ലോക പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ചത് സൗദി അറേബ്യ. ജനിച്ച് 24 മണിക്കൂറിനുള്ളിൽ നവജാത ശിശുക്കളിൽ പരിശോധനകൾ നടത്തി വൈകല്യങ്ങൾ കണ്ടെത്താൻ ലക്ഷ്യമിട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് ശലഭം. ശലഭം പദ്ധതി. ആറ്റത്തിന്റെ കനമുള്ള സ്വർണ്ണപാളി ഗോൾഡി.
2024 രാജ്യാന്തര യോഗാ ദിനത്തിന്റെ പ്രമേയം. 2024 രാജ്യാന്തര യോഗാ ദിനത്തിന്റെ പ്രമേയം യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി എന്നാണ്. യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി. ഏതു വർഷം മുതലാണ് UN മെയ് 25 അന്താരാഷ്ട്ര ഫുട്ബോൾ ദിനമായിട്ട് ആചരിക്കുവാൻ തുടങ്ങിയത്? അന്താരാഷ്ട്ര ഫുട്ബോൾ ദിനം മെയ് 25 2024 മുതലാണ് ആചരിക്കുവാൻ തുടങ്ങിയത്. സംസ്ഥാനത്ത് റേഷൻ കടകളിലൂടെ 10 രൂപയ്ക്ക് കുപ്പിവെള്ളം നൽകുന്ന പദ്ധതിയാണ് സുജലം. 2024 ജനുവരിയിൽ ഇന്ത്യ വൈദ്യുതി വ്യാപാരം സംബന്ധിച്ച ദീർഘകാല കരാറിൽ ഒപ്പിട്ട രാജ്യം. വൈദ്യുതി വ്യാപാരം നേപ്പാളുമായിട്ടാണ്. നേപ്പാൾ. 2023 സെപ്റ്റംബർ 2 വിക്ഷേപിച്ച ഇന്ത്യയുടെ ആദ്യ സൗര ദൗത്യമായ ആദിത്യ L1 പേടകം ലാഗ്രാഞ്ച് പോയിന്റിൽ എത്തിയത് 2024 ജനുവരി 6 2024 ജനുവരി 6. 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ മലയാളി ഡോക്ടർ S. ഫൈസി. അഗ്നി 5 മിസൈൽ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ മലയാളി വനിത ഷീന റാണി. ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിലൂടെ തമോഗർത്തങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടെത്തുവാനുള്ള ഇന്ത്യയുടെ ദൗത്യം എക്സ്പോസാറ്റ്. 81ാമത് ഗോൾഡൻ ഗ്ലോബിൽ ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ നേടിയ സിനിമ ഓപ്പൺഹൈമർ. സംവിധാനം ക്രിസ്റ്റഫർ നോളൻ. മക്കൾ വളർത്തി അല്ലെങ്കിൽ കൂന്താണി എന്ന അപൂർവ ഇനം കൈതച്ചക്ക സംരക്ഷിച്ച് വളർത്തിയതിന് കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ സസ്യജനിതക സംരക്ഷണ പുരസ്കാരം ലഭിച്ച ആദിവാസി വനിതയാണ് പരപ്പിയമ്മ. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയത്തെ ആസ്പദമാക്കി പുറത്തിറക്കിയ ചിത്രം ഇതുവരെ. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ കിഷോർ രഹത്കർ. സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയമിച്ച കമ്മീഷൻ ഹേമ കമ്മീഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല കൊല്ലം. 2024 ജൂണിൽ തമിഴ്നാട് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിതനായ കേരള ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് S. മണിക്കുമാറാണ്. എവിടത്തെയാണ്? തമിഴ്നാട്ടില് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായിട്ട് നിയമിതനായത് S. മണിക്കുമാർ. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം: നദികളുടെ സംരക്ഷണത്തിനായി കേന്ദ്ര ജൽശക്തി മന്ത്രാലയം ആവിഷ്കരിച്ച പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള നദി പെരിയാർ നദിയാണ്. പെരിയാർ നദി. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.